ഹലോ. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് പൈങ്കിളി വിശേഷങ്ങളുമായിട്ട് ജോയിൻ ചെയ്യുന്നു സജൻ, അനശ്വര ആൻഡ് ചന്തു. വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പാട്ടുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതെ. അപ്പൊ അത് കാണുമ്പോൾ ആക്ച്വലി ഭയങ്കര എന്താ പറയുക, കളർഫുൾ ഹാപ്പി സോങ്. അതിന്റെ ഷൂട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഒരു 2 ദിവസം അല്ലെ 3 ദിവസം മുന്നേ ആയിരുന്നു ഷൂട്ട് ചെയ്തത്. ആ. കണ്ടിന്യൂസ് നമ്മൾ ഒരു 2 ദിവസം ഉറക്കൊന്നുമില്ലാതെ ഒരു 10-40 അല്ലെ 40 മണിക്കൂറൊക്കെ ഷൂട്ട്. എന്റെ ഒരു അമ്മേ. സ്ട്രെച്ചില് സ്ട്രെച്ചിൽ ഡാൻസ് ഞങ്ങൾ എല്ലാവരും പക്ഷെ ആ ഒരു ക്ഷീണം 40 മണിക്കൂറിന്റെ ക്ഷീണം പിറ്റേ ദിവസം ഉണ്ടായിരുന്നു. അതൊരു അന്ന് ഒരു രാത്രി 10 മണിക്കൂറത്തെ പ്ലാൻ ചെയ്താ, പിന്നെ നമ്മുടെ ഒരു കഴിവൊക്കെ കൊണ്ട് നമ്മളെ 40 മണിക്കൂറാക്കി. ആ ക്ഷീണമൊന്നും നോത്തില്ലെന്നാണ് പറഞ്ഞത്. ആ, 3 ചെയ്യാൻ ദിവസം മുന്നേ ആയിരുന്നു. അല്ല ഇപ്പൊ അല്ല പാട്ടിലാണോ? അല്ല, അത്രയും ദിവസങ്ങൾ എടുത്ത് ഷൂട്ട് ചെയ്തതാന്നുള്ളത് ആ പാട്ടില് കാണുന്നതല്ലേ. അത്ര എനർജറ്റിക് ആയിട്ടാണ് ചെയ്തേന്ന് ആ, അല്ലേ? അതെ സിനിമയിലൊക്കെ എപ്പോഴും സംഭവിക്കുന്നത് കണ്ടിന്യൂസ് ഇത്ര ഷൂട്ട് പോകുന്നതാണ്. Yes. അങ്ങനെ അപ്പം സംഭവിച്ചത്. പറയൂ, പൈങ്കിളി എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? പൈങ്കിളി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച സിനിമയാണെങ്കിൽ ആ. അല്ലെങ്കിൽ പൈങ്കിളി അല്ല, അവസ്ഥകളാണോ? പൈങ്കിളി അവസ്ഥയിൽ ഞാൻ പിന്നെ വരാം. എന്തായാലും വരുമെന്ന് എന്തായാലും അറിയാം. അതിന് ചോദിച്ചപ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. സിനിമയിൽ സംഭവിച്ചത് ഞാൻ പൊന്മാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ആ. ഞാൻ ജിത്തു വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അപ്പൊ ശ്രീധരൻ എനിക്ക് നേരത്തെ അറിയാം, രോമാഞ്ചം തൊട്ട്. ശ്രീധരനും ജിത്തും ഇവര് ഗപ്പി തൊട്ടേ ഇവര് ആ സമയം തൊട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ശ്രീധരൻ ഒരു പടമൊക്കെ ചെയ്യാൻ വേണ്ടി പ്ലാനൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ പെട്ടെന്ന് പൊന്മാനിലെ ഷൂട്ടിന്റെ ഇടയിൽ വിളിച്ചു ഇങ്ങനെ പരിപാടി ഉണ്ട് എന്ന് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ അതിലോട്ട് വരുന്നതും ഫാദുക്ക പ്രൊഡ്യൂസർ ആവുന്നതും ബാക്കി എല്ലാ കാസ്റ്റിംഗ് പരിപാടിയിലേക്ക് വരുന്നതും. ഷൂട്ട് തുടങ്ങി ഇപ്പൊ 14-ാം തീയതി വാലന്റൈൻസ് ഡേ റിലീസാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്കിത് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിലെ നായകനാകുന്ന സിനിമ കൂടിയാണ്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം കാര്യങ്ങളെല്ലാം എനിക്കുണ്ട്. ആദ്യം അങ്ങനെ ഒരു നായകൻ, അതും ഇങ്ങനത്തെ ഒരു ജോണർ എന്നൊക്കെ പറഞ്ഞപ്പം ആദ്യം എന്നുള്ളതായിരുന്നു. ആക്ച്വലി നമ്മള് ഇതിപ്പോ ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്ത് വന്നതല്ല. അപ്പൊ അങ്ങനെ വന്നത് പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ക്യാരക്ടർ റോളുകൾ ചെയ്യുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ കറക്റ്റ് വന്നപ്പോ ഓക്കെ ചെയ്യാം. പിന്നെ ജിത്തുവിന്റെ ഒപ്പമാണ്, ശ്രീധരന്റെ ഒപ്പമാണ്. എല്ലാം അറിയുന്ന ടീമാണ്, ആവശ്യം ടീമാണ്. പിന്നെ അനശ്വര ഉണ്ട്, ചന്തു, അതുപോലെ തന്നെ റോഷൻ, ജിസ്മ, ജോസ് പല്ലിശ്ശേരി, ചേട്ടൻ, അബൂക്ക, എല്ലാവരും ശരിക്കും ചേർന്ന് വലിയൊരു ബിഗ് ടീം അല്ലേ? ചെറിയൊരു അനശ്വര പറയൂ, എങ്ങനെയാണ് എത്തിയത്? എന്നെ ആവേശത്തിന് ശേഷമാണ് ജിത്തു ചേട്ടൻ വിളിച്ചിട്ടൊരു കഥ പൈങ്കിളിയുടെ കാര്യം പറയുന്നത്. അപ്പം സ്ക്രിപ്റ്റ് കേട്ടപ്പോ തന്നെ എക്സൈറ്റിങ്. ഇതിലത്തെ ക്രൂ ജിത്തു ചേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നു. വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് ആണ്. ഫസ്റ്റ് ലൈൻ ഫ്രണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, വേറെ പ്രൊഡ്യൂസറാണ്. പിന്നെ ശ്രീധരൻ ഒരുപാട് പടത്തിൽ അസോസിയേറ്റ് ആയിട്ട് ചെയ്ത ആളാണ്, ഡയറക്റ്റ് ചെയ്യുന്നു. പിന്നെ നല്ല കാസ്റ്റ്, നല്ല ക്രൂ, അങ്ങനെയൊക്കെ. അതെ അതെ അതെ. അയ്യോ അമ്പാരാണ് നായകൻ. അമ്മേ അങ്ങനെ നല്ല കാസ്റ്റ് ആൻഡ് ക്രൂവിനോട് വർക്ക് ചെയ്യാന്നുള്ളത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പം പ്രണയ കഥകൾ ഇപ്പം അനശ്വര കുറച്ച് ചെയ്തല്ലോ. അപ്പൊ എങ്ങനെയാണ് പൈങ്കിളി അതിൽ നിന്നും അതിൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. അത് ഞാൻ ചെയ്തതെന്നല്ല, ഇതുവരെ ഇറങ്ങിയതിൽ നിന്നും ഭയങ്കര ഡിഫറെന്റ് ആണ് ഇതിനകത്ത് പൈങ്കിളി. ഞാൻ ചെയ്തതെന്നും ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ് എന്റെ ക്യാരക്ടറും. ഇപ്പം നമ്മൾ പണ്ടൊക്കെ മലയാള സിനിമയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കുറെ സിനിമകളൊക്കെ ഇല്ലേ, കുറെ എന്താ പറയാ, ഭയങ്കര ലൗഡായിട്ട് കുറെ ക്യാരക്ടേഴ്സ് പെർഫോം ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് മിസ് ചെയ്ത കുറെ സാധനങ്ങൾ ഇപ്പം നമ്മൾ സെർട്ടിലായി ചെയ്ത് നമുക്കിപ്പോ ഇപ്പൊ അങ്ങനെ കുറച്ച് സിനിമകളെ അങ്ങനെ ഇറങ്ങുന്നുള്ളൂ എന്ന് തോന്നുന്നു. കുറച്ചൊന്ന് ലൗഡായിട്ട് അങ്ങനെ കാണിക്കുന്ന, നമുക്ക് വെറുതെ ഒന്ന് വീട്ടിലൊക്കെ ചോറൊക്കെ കഴിച്ചു ഒന്ന് ചിരിച്ച് വെറുതെ കാണാൻ പറ്റുന്ന പടങ്ങളൊക്കെ കുറച്ച് ഇറങ്ങുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു സിനിമയാണ് പൈങ്കിളി. ഇപ്പൊ റൊമാൻറ്റിക് അങ്ങനെ എനിക്ക് പ്രേമം പരിപാടിയൊക്കെ എനിക്ക് കുറച്ച് കുറവായിരുന്നു സിനിമക്കകത്ത്. എനിക്കധികം റൊമാൻറ്റിക് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർക്കൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് മെയിൻലി. പുള്ളിയാണ് ഇതിന്റെ മെയിൻ ഉള്ളത് ക്യാരക്ടർ. പറഞ്ഞ അതും ഒരു കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. പറഞ്ഞ ഫുൾ റൊമാൻസ്, ഈ പറഞ്ഞ റൊമാൻസ് കോമഡി അങ്ങനത്തെ ഒരു ഇതല്ല. എല്ലാ രീതിയിലും ഈ പറഞ്ഞ പോലെ ഹ്യൂമർ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇമോഷണൽ ആണ്, അങ്ങനത്തെ രീതിയിലുള്ള എല്ലാം മിക്സ് ആണ് പടം മൊത്തത്തിൽ. പൈങ്കിളി എന്നൊക്കെ പറയുമ്പോൾ ഒരു റൊമാൻസ് പടമൊന്നും മാത്രമായിട്ട് ആരും വരരുത്. എല്ലാ രീതിയിലും ചേരുവകളൊക്കെ ഉള്ള പക്ക കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കളർഫുൾ എന്റർടൈനർ ആണ് എല്ലാവരും. ലൗഡ് പെർഫോമൻസ് ഒക്കെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ്. ചന്തു പറയൂ. ഞാൻ വന്നത് പൈങ്കിളിലേക്ക് വന്നതാണ്.
മഞ്ഞുമല് കഴിഞ്ഞത് 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ജിത്തു ചേട്ടൻ അടുത്ത് കഥ പറയാൻ പറഞ്ഞത്. അങ്ങനെ കഥ പറഞ്ഞു. അപ്പൊ ആവശ്യം ഇറങ്ങിയിട്ടില്ല. ആവശ്യം ഇറങ്ങിയിട്ടില്ലല്ലോ. ഇറങ്ങിയിട്ടില്ല. ആവശ്യം ഇറങ്ങിയിട്ടില്ല. അപ്പൊ അതായിരുന്നു FTFC വന്നത്. അതെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ പടമൊക്കെ ഓണതിന് ശേഷമാണ് ഞങ്ങൾ ആവേശം റിലീസ്. അപ്പൊ ആക്ച്വലി ഇത് കുറേ ആയിട്ട് ഈ ഒരു എന്താ അതല്ല ഞാൻ പറയുക പറഞ്ഞ പൊന്മാൻ ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് ജിത്തു വിളിച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആവേശം ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടല്ലേ ഞാൻ പൊന്മാനിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തു. അപ്പൊ ആവേശം റിലീസ് ആയിട്ടില്ല. ഇൻ ബിറ്റ്വീൻ ഇതിന്റെ ഇടയിലാണ് നമ്മള് ഈ പറഞ്ഞ പോലെ മഞ്ഞുമല് വരുന്നത്. ആവേശം വരുന്നത്. ഇപ്പൊ നമ്മള് പൊതുവേ കേൾക്കാറുണ്ട് ഇങ്ങനെ സിനിമകൾ ഇപ്പം ഒരു ഡിസ്കഷൻ ഒക്കെ ആവുന്ന സമയത്ത് ഈ ഐസ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ പോലെ വല്ല വാട്സാപ്പ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതിന്റെ ഇത്രയും ദിവസങ്ങൾ ഈ ഒരു സിനിമ ഡിസ്കഷൻ ഒക്കെ നടക്കുന്നത് കൊണ്ട് എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായത്? ഞങ്ങളാ വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഞങ്ങളെപ്പോഴും ഒരുമിച്ചെല്ലാ ഫ്ലാറ്റുണ്ട്. അതേപോലെ തന്നെ ലൊക്കേഷനിൽ ഇവിടെ അങ്ങനെ തന്നെ. ഇനി ഇവിടുന്ന് കഴിഞ്ഞാലും പോയി ഞങ്ങൾ ഫ്ലാറ്റിൽ പോയി ഒരുമിച്ച് അങ്ങനെ ഒരുമിച്ചിരുന്ന് കമ്പനിയൊക്കെ അടിച്ച് രാവിലെ തിരിച്ചു പോരും. അത്രേ ഉള്ളൂ. ഇവിടെ തന്നെ ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും അവിടെ പല സ്ഥലത്തും ഇങ്ങനെ പരിപാടികൾ. പൈങ്കിളിലെ ബാക്കി ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? അതിനകത്ത് റോഷൻ ചേട്ടനുണ്ട്. ഇതിലത്തെ ആവേശത്തിലെ ശാന്തൻ റോഷൻ വലിയ ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. സുഗുവിന്റെ അമ്പാൻ എന്റെ അമ്പാനായിട്ട് പോലെ അച്ഛൻ പേര്. പിന്നെ ജിസ്മ വിമൽ ചെയ്യുന്നുണ്ട് ഒരു ക്യാരക്ടർ, സുമ എന്ന് പറഞ്ഞ ക്യാരക്ടർ. എന്റെ അച്ഛനായിട്ട് അബു സലീമിക്ക. പിന്നെ അതില് പിന്നെ വരുന്നൊരു ക്യാരക്ടർ റിയാസ് ഖാൻ. പിന്നെ ലിജോ ചേട്ടൻ, ലിജോസ് പല്ലിശ്ശേരി. ആ ട്രെയിലർ ഉണ്ടാ മനസ്സിലാവും. ആ ട്രെയിലറിലെല്ലാം ഓൾമോസ്റ്റ് എല്ലാവരും കാണിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് പരിപാടി. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സിന്റെ പേരുകളൊക്കെ ഇതേപോലെ. എന്റെ പേര് സുഗു എന്നാണ് പേര്. ഷീബ, കുഞ്ഞായി, അതുപോലെ സുമ, അച്ഛന്റെ ഒരു സുജിത് കുമാർ. അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. ചേച്ചിയുടെ കാര്യം പറഞ്ഞില്ല. മറ്റേ ആസിക്ക് ഇപ്പൊ മറ്റേ രേഖാചിത്രത്തിൽ അഭിനയിച്ചു. ചേച്ചി ഇതിനകത്തുണ്ട്. എന്റെ അമ്മയുടെ ഞങ്ങൾ ആ സീൻ കണ്ടപ്പോ അയ്യോ കുഞ്ഞായുടെ അമ്മ മനസ്സിലായിരുന്നു ചേച്ചി. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പൈങ്കിളിയിലെ ചേച്ചി ഇല്ല, എനിക്ക് മനസ്സിലായില്ല. അതെ, എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചേച്ചിയെ കണ്ടിട്ടുള്ളൂ ആ സോങ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഞാൻ പാട്ടിറങ്ങുമ്പോഴാണ് ശരിയാണല്ലോ ഈ ചേച്ചിയാണല്ലോ. അതെ, അന്ന് ആ ചേച്ചിക്ക് ഭയങ്കര വിഷമമായത് എനിക്ക് തോന്നുന്നു. കേരളക്കര മൊത്തത്തിൽ വളരെ മോശമായിരുന്നു. അപ്പൊ എന്താണെങ്കിലും അപ്പൊ ഈ സിനിമയും ഈ പൈങ്കിളി എന്ന് പറയുന്ന പേര് ഇപ്പൊ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു റൊമാൻറ്റിക് സംഭവം മാത്രമല്ല. അപ്പം പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേര് എന്നുള്ളതിന്റെ? പൈങ്കിളി എന്ന് പറഞ്ഞ റൊമാൻസ് മാത്രമല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ പൈങ്കിളി രീതി ചെയ്യാലോ. നമുക്ക് സംസാരിക്കുന്ന പല രീതികളും പല കാരണങ്ങളും. ചിലവര് സംസാരിക്കുന്നത് അവരുടെ ആറ്റിറ്റ്യൂഡ് ഈ സിനിമ മൊത്തത്തിൽ ഒരു ചെറിയൊരു ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് മെയിൻ വെച്ചാൽ പുള്ളിയുടെ അച്ഛനാ ഇതിന്റെ തലവൻ. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് എല്ലാം കൊണ്ടും ഒരു പൈങ്കിളി ഫീൽ ചെയ്യുന്ന ഒരു പടമാണ്. അത് റൊമാൻസ് മാത്രമല്ല, എല്ലാത്തിലും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മുൻപ് ഇപ്പൊ ഇവള് പറഞ്ഞ പോലെ കുറെ കണ്ട് കിടിലം പടങ്ങളുണ്ട്. പണ്ടത്തെ തമാശ പടങ്ങൾ, ഭയങ്കര പെർഫോമൻസ് കൊണ്ട് ചിരിപ്പിച്ച പടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ചില പോർഷൻസ്, അതുപോലത്തെ ചെറിയ സാധനങ്ങളൊക്കെ നമ്മുടെ സിനിമയിൽ ചെറിയ സ്പൂഫ് പോലെ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ലെയറായിട്ട് ഇങ്ങനത്തെ നമ്മളിത് പണ്ട് ഇങ്ങനത്തെയൊക്കെ പണ്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള സീനുകളത്തില് ചെറിയ സ്പൂഫ് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പൊ ഈ പണ്ടത്തെ സിനിമ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ പൊതുവെ നമ്മള് ഇപ്പൊ ചോറുണ്ണാൻ നേരത്ത് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ഗോ ടു ഫിലിംസ് എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ കുറച്ച് സിനിമകളുണ്ട് നമ്മൾ എപ്പോഴും ചിരിക്കണേ. ഉച്ചക്കൊക്കെ ചോറിനാൻ വേണ്ടി നമ്മൾ പണ്ട് ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ട് ഉച്ചക്ക് വന്നിട്ട് ചോറൊക്കെ എടുത്ത് പപ്പടം സാമ്പാറൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഇത് കാണുന്ന ഒരു സിനിമ മേലെപ്പറമ്പിൽ ആൺവീട്, മനസ്സിലായ അങ്ങനത്തെ സിനിമകളൊക്കെ ഇല്ലേ, ആദ്യത്തെ കൺമണി. അപ്പൊ അതുപോലെയൊക്കെ ഉച്ചക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. പക്ഷെ ഇപ്പൊ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഒറ്റിന്റെ ഒരു ഉച്ചക്ക് കണ്ടാൽ മതി, അത്രയ്ക്ക് പറയാനുള്ളൂ. അങ്ങനെ ചന്തു കാണുന്ന ഒരു സിനിമ ഏതാണ്? ഇങ്ങനെ പണ്ടത്തെ സിനിമകൾ എപ്പോഴും മൂവി ഉണ്ടോ? ചാനല് മാറ്റി വെക്കാൻ ഉച്ചക്ക് ഒരുപാട് സിനിമകളാണ് കിടക്കാണ്. പഞ്ചാബി ഇപ്പോഴും നമ്മൾ അതിന്റെ പല ഡയലോഗ്സും ഇപ്പോഴും പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഈ സീനിയർ ആക്ടേഴ്സിനെ കാണുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പൊ അന്നത്തെ ആക്ടേഴ്സിനൊക്കെ ഇപ്പം കുറെ പേരൊന്നും നമ്മുടെ കൂടെ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു മിസ്സിങ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കും ഈ പറഞ്ഞ സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ആ ഒരു ലേണിംഗ് ഉണ്ട്. പ്ലസ് അവരുടെ നമ്മൾ ഈ ടിവിയിൽ കണ്ടിട്ടുള്ള കഥകള് നേരിട്ട് അറിയാന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ എന്തെങ്കിലും ഒരു സീനിയർ ആക്ടർ എന്നുള്ള ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ?
എക്സ്പീരിയൻസ് പല പല കഥകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിങ്ങനെ കേട്ടറിഞ്ഞ കഥകളൊന്നും അങ്ങനെ വിശ്വസിക്കാറില്ല. ഒറിജിനൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന വിശ്വസിക്കുക എന്നുള്ള ആളാണ്. അതുകൊണ്ട് എനിക്കത് ഷെയർ ചെയ്യാനും പറ്റില്ല. എന്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ഒറിജിനൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് കണ്ണുകൊണ്ട് കണ്ടതാണോ ഞാൻ പറഞ്ഞുതരാം. അത്രേ ഉള്ളൂ. സത്യസന്ധനാണ്. കാരണം ഇനി നമ്മുടെ കഥകൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കൂലോ. അതെ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് പൊന്മാൻ കണ്ടത്. അപ്പൊ പൊന്മാനിലെ ക്യാരക്ടർ കണ്ട് നമ്മളിങ്ങനെ ഞെട്ടിയിരിക്കുന്ന സമയത്താണ് പൈങ്കിളി വെച്ചാൽ ഇത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ശരിക്കും നല്ല പാടുപെട്ടോ അല്ലേ? എത്ര ദിവസം എടുത്തു ആ ഒരു 1.5 മാസം, 1 മാസം 10-15 അത്ര എടുത്തിട്ടുള്ളൂ. അത്ര ടൈം കിട്ടിയുള്ളൂ. കാരണം അത് കഴിഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു ഇതിന്റെ പ്രോസസ്സിങ്. അപ്പൊ അതിനുവേണ്ടി വർക്കൗട്ട്, ഫുഡൊക്കെ കുറച്ച് ഡയറ്റ് പരിപാടിയൊക്കെ ചെയ്ത് വിശക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ചെറുത് കഴിച്ച് ഒരു ഉച്ചക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങും. ഇതൊക്കെ പരിപാടിയായിരുന്നു. അപ്പൊ അത് ആദ്യത്തെ കുറച്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 1-2 ആഴ്ച കഴിഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഓൾറെഡി വിശപ്പൊക്കെ കുറഞ്ഞ് അങ്ങനെ സെറ്റായി. പിന്നെ ഈ പറഞ്ഞ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പ്ലാൻ ചെയ്ത് വെയിറ്റിനേക്കാളും താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ തന്നെ അയ്യോ എന്ന് പറഞ്ഞ് തിരിച്ച് ഫുഡ് അടിച്ചു തുടങ്ങി. ഒരു പോയിന്റ് നമുക്കിങ്ങനെ കുറച്ചൊരു അഡിക്ഷൻ വരില്ല. അതായത് വെയിറ്റ് കുറഞ്ഞു, അതായത് ഭയങ്കര സീനായി. എനിക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ, എനിക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ, എല്ലാം കൊണ്ടും ഭയങ്കര ഭയങ്കര അതിൽ ട്രിപ്പായി പോയി. അത് പെപ്പനെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇന്റർവ്യൂ ചെയ്തപ്പോ പെപ്പ പറയുന്നത് അത് ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും ഈ മറ്റേ വെയിങ് മെഷീൻ കൊണ്ടു നടക്കുകയാണ്, ഇടക്കിടക്ക് വെയിറ്റ് നോക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താന്ന് പറയില്ല. അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര. അതെ, അത് കറക്റ്റ്. ശ്രീധരന് ഭയങ്കര ധാരണ ഉണ്ടായിരുന്നു. എപ്പോഴും എന്റെ അടുത്ത് പറയും, എടാ നീ എനിക്ക് വേണ്ടിട്ട് ഇത്രയും എന്നാലും കുറച്ചും കൂടി ഒരു കുറയാനുണ്ട്, ഇങ്ങനെ ആവണം മുഖം എന്നൊക്കെ എനിക്ക് വേണ്ടിട്ട് പറഞ്ഞിട്ട് എങ്ങനെ പറയാം. ലാസ്റ്റ് വരും കുറച്ചും കൂടി അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ഷൂട്ടിന് 1 ആഴ്ച മുന്നേ ഒരു പനി അങ്ങോട്ട് പിടിച്ചു. പനിയോട് കൂടി എണീറ്റ് വന്നപ്പോഴേക്കും ഇത് തന്നെ സുഖം നേരെ പോയി. അങ്ങനെയായിരുന്നു കറക്റ്റ് ആയിട്ട്. ഷൂട്ട് തുടങ്ങി സ്വിച്ച് കൊണ്ടൊന്ന് പനി പിടിച്ച്, ജിത്തുവിനും എല്ലാവർക്കും പനി പിടിച്ച്. നമ്മുടെ റോഷൻ അവൻ കൊല്ലത്തുനിന്ന് ഒരു പനി വൈറൽ ഫീവർ ആയിട്ട് വന്നു. കൊല്ലത്തുനിന്ന് പറഞ്ഞ മീൻസ് എന്ന് വെച്ചാൽ ഞാൻ കൊല്ലത്ത് വീട്ടിലായിരുന്നു. അല്ലാതെ കൊല്ലത്ത് വീട്ടിലായിരുന്നു. എന്റെ വീട് കൊല്ലത്താണ്. അപ്പൊ എന്റെ വൈറൽ ഫീവർ വന്ന് നമ്മളെല്ലാവരുമായിട്ട് ഇരുന്നത് പകർന്ന് പനി പിടിച്ച് 1 ആഴ്ച ഞാൻ ജോയിൻ ചെയ്യണത്. ഫസ്റ്റ് അനശ്വരൊക്കെ ആയിരുന്നു ഷൂട്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ 1 ആഴ്ച ഷൂട്ട് ചെയ്തപ്പോഴേക്കും കറക്റ്റ് സെറ്റ് ചെയ്ത തന്നെ പരിപാടി ചെയ്തു. അപ്പൊ അത് സന്തോഷം ഭയങ്കര. ഇതിങ്ങനെ ആ ക്യാരക്ടർ അങ്ങനെയാണ്, ഇയാളെങ്ങനെയാണ്, അതുപോലെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ വേറെ പടത്തിലൊന്നും ഇങ്ങനെ കാണാൻ പറ്റുന്ന തോന്നില്ല. ഇതേ അപ്പിയറൻസിൽ ഈ ലുക്കിലും വേറെ ക്യാരക്ടർ ഉണ്ടാവില്ല. ആണല്ലേ? ഇനിയിപ്പം ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണോ അതോ? അങ്ങനെയല്ല, ഞാൻ അങ്ങനെ എന്റെ ആക്ച്വൽ വെയിറ്റ് ഇതാണ്. അപ്പൊ ചിലപ്പോ നീ ആവശ്യപ്പെടുന്ന സിനിമകൾ എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാന്നുള്ളതാണ് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ. നമുക്ക് ആലോചിക്കലും നമുക്കിത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്ര ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ ടൈം ഉണ്ടോ, ഇങ്ങനെ ക്യാരക്ടർ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ നോക്കിയിട്ടേ ചെയ്യുള്ളൂ. എന്തായാലും കഥാപാത്രം ആവശ്യപ്പെട്ട, അല്ലെങ്കിൽ ആ ക്രൂ അല്ലെങ്കിൽ ഡയറക്ടർ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ എന്തും ചെയ്യാന്നുള്ളതാണ്. ഈ പറഞ്ഞൊരു പടം കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതിൽ തുണിയില്ലാണ്ട് ഓടുന്ന സീനിലെന്ന് പറഞ്ഞാൽ ഞാൻ ഓടുക എന്നുള്ള വേറെ മാർഗ്ഗം, ഞാൻ ഓടും. അത് കമ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, തുണിയില്ലാണ്ട് ഓടും. അതാണ് ഒരു ആക്ടർ ചെയ്യേണ്ടത്. അത് തന്നെ. ഇപ്പൊ അനശ്വരയുടെ അടുത്ത് ഇതുപോലെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടാകും, അതായത് ഹിറ്റ് നായിക അല്ലെങ്കിൽ റെട്രോ നായിക എന്നൊക്കെ പറഞ്ഞ് തൊടുന്നതൊക്കെ പൊന്നാക്കുന്ന നായിക എന്നൊക്കെ പറയുന്ന ഈ ടാഗുകൾ ഉണ്ടല്ലോ, അത് എത്രമാത്രം പ്രഷർ തരുന്നുണ്ട്? അത് കുറച്ചൊക്കെ നല്ല രീതിയിൽ തരുന്നുണ്ട്. അടുത്തതൊക്കെ പൊന്നായില്ലെങ്കിലേ അതെ അതൊക്കെ തൊട്ടിട്ട് പൊന്നാകാം. അതെങ്ങനെ ഞാൻ തൊട്ടിട്ട് പൊന്നായില്ലെങ്കിലേ അതെ അതെ. ഇതേ ഒരു സാധനം ബാലുവിന്റെ ഒരു ഇന്റർവ്യൂല് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാരും പറയാറുണ്ട് പൊന്നാക്കുന്ന നായിക. കാരണം ഞാനിങ്ങനെ ഇന്റർവ്യൂവിന് ഇപ്പൊ നിങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ ഒരു ചോദ്യമാണ് അതൊരു പ്രഷർ അല്ലേ ശരിക്കും? സിനിമയുടെ കഥ കേൾക്കുമ്പോ അതാ ഒരു ഡിസിഷൻ മേക്കിംഗ് ബാധിക്കുന്നുണ്ടോ? ഡിസിഷൻ മേക്കിങ്ങിനെന്നല്ല, നമുക്ക് പറയാൻ പറ്റില്ല സിനിമ അത് ഓഡിയൻസിന്റെ കയ്യിലാണ്. അത് ഹിറ്റ് ആവോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ സിനിമ ചൂസ് ചെയ്യുമ്പോൾ അത് അഫ്കോഴ്സ് അത് ഹിറ്റ് ആവും, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് തിയേറ്ററിൽ ഓടും, നല്ല അഭിപ്രായം കിട്ടാൻ നല്ല രീതിയിൽ തിയേറ്ററിൽ പോവും, പ്രൊഡ്യൂസർക്ക് അതിന്റെ പ്രോഫിറ്റ് കിട്ടും എന്ന രീതിയിൽ തന്നെയാണ് നമ്മളൊരു പടം കമ്മിറ്റ് ചെയ്യുന്നത്. അത് ചില കാരണങ്ങളാൽ ചിലപ്പോൾ അത് ആവില്ല, ചിലപ്പം പിന്നെ എന്താ പറയാ, അത് അങ്ങനെ അത്ര ഓടണമെന്നില്ല, ചിലപ്പോൾ സൂപ്പർ ഹിറ്റ് ആയേക്കാം, ഒന്നും പറയാൻ പറ്റില്ല. അത് എനിക്ക് നല്ല സിനിമകൾ ഞാൻ അങ്ങനെ എനിക്ക് നല്ലതെന്ന് തോന്നുന്ന സിനിമകൾ ഞാൻ ചൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിനിപ്പം തൊട്ടിട്ട് പൊന്നാക്കാന്നുള്ളതൊന്നുമല്ല. നല്ല സിനിമകൾ ഞാൻ അതിനകത്ത് ഫിൽട്ടർ ചെയ്ത് എടുത്ത് ഞാൻ അതിൽ ചെയ്യുന്നു.
അത് കുറച്ച് പ്രഷറാണ്. ചിലപ്പോൾ നന്നായിട്ട് പോകണമെന്നൊന്നുമില്ല. അതെന്നെ ഒരു ബോക്സിനകത്ത് ഇട്ട് എനിക്ക് അതിനകത്ത് നിന്ന് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എല്ലാ തരത്തിലുള്ള സിനിമകളും ചെയ്യണം, എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സും ട്രൈ ചെയ്യണം എന്നുള്ള ഒരാളാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അത് എന്നിലെ ആക്ടറിനെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ്. ഇപ്പൊ ഒരു സിനിമ ചെയ്യാം അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഞാൻ എടുക്കാമെന്ന് തീരുമാനിക്കുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ? ആ ക്യാരക്ടർ അതിനകത്ത് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് പ്ലേ ചെയ്യാൻ ഉണ്ടാവണം. അല്ലാതെ വെറുതെ വന്നിട്ട് പോകുന്ന ഒരു ക്യാരക്ടർ ആവരുത് എന്നുണ്ട്. അതെനിക്കിപ്പോ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജഡ് പടം ഒരു ക്യാരക്ടർ വേണമെന്നില്ല. പക്ഷെ ഞാൻ വരുന്ന സ്ഥലത്ത് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റണം. അത് ആ കഥയ്ക്കകത്ത് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരിക്കണം. അങ്ങനെയേ ഉള്ളൂ. യെസ്. ഇപ്പം അച്ഛന്റെ ഒരു പേര് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടൈറ്റിലാണല്ലോ. അപ്പൊ അതിന്റെ അഗൈൻ ഈ പറഞ്ഞൊരു പ്രഷർ വേറെ രീതിയിൽ എനിക്കൊന്ന് ചന്തുവിന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. പിന്നെ പുള്ളിയുടെ ഇതിൽ വന്ന ആള് എന്ന് പറയുന്ന രീതിയിൽ എന്തായാലും അതുണ്ടാവും. അപ്പൊ എളുപ്പമാണോ? മാനേജ് എളുപ്പമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലുതായിട്ട് മാനേജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മര്യാദക്ക് എനിക്ക് തോന്നുന്നു നേരത്തെ തൊട്ട് മാനേജ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ. പണ്ട് ചെറുപ്പം തൊട്ടേ ഇപ്പൊ പെട്ടെന്ന് വന്നൊരു സംഭവമല്ല, നേരത്തെ അല്ലെ ഈ കുട്ടിക്കാലം തൊട്ട് തന്നെ ഇത് മാനേജ് ചെയ്ത് പോരുന്നതാണ്. പിന്നെ വെച്ചാൽ ഞാൻ അച്ഛന്റെ ഫേസ്ബുക്ക് പരിപാടികളൊക്കെ ഞാൻ തന്നെയാണ് നോക്കിയിരുന്നത്. അപ്പൊ ഈ സൈബർ അറ്റാക്ക് പരിപാടികളൊക്കെ അന്ന് ചെറുപ്പം തൊട്ടേ എനിക്ക് ഈ ചെറിയൊരു വിളിക്കുമ്പോ വലിയ സീൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ കൊള്ളാം അച്ഛനൊക്കെ ഏൽപ്പിച്ചു കണ്ടോ ഒരാളിങ്ങനെ അന്നേക്ക് വിളിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോഴൊക്കെ ഭയങ്കര തമാശയായിരുന്നു. പിന്നെ ഇപ്പൊ ആൾക്കാർ എന്താ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അച്ഛനാണ് ഞാൻ എൻജോയ് ചെയ്യുന്നു. ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. സ്ക്രീനിൽ ഈ തമാശ ചെയ്യുന്ന ആൾക്കാര് റിയൽ ലൈഫിൽ ഭയങ്കര സീരിയസ് ആണ് എന്ന് കേട്ടിട്ടുണ്ട്. അച്ഛൻ എങ്ങനെയാണ്? അല്ല സീരിയസ് സീരിയസ് ആണ്. സിറ്റുവേഷൻ സീരിയസ് ആണ്. സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലേക്ക് തമാശ പറഞ്ഞ സീരിയസ് ആയിട്ട് ഒരാൾ ഒരിക്കലും ഒരു പറഞ്ഞ പോലെ നമുക്കൊരു ഒരു കൊമേഡി അതൊരു ഹ്യൂമർ ക്യാരക്ടർ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റില്ലല്ലോ. സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും പറയുന്നത്. ശരിക്കും ഏറ്റവും പാട് കോമഡി ചെയ്ത് ഫലിപ്പിക്കാനാണെന്ന് ചേട്ടന് തോന്നിയിട്ടുണ്ടോ? എല്ലാം ചെയ്യാൻ അതിനനുസരിച്ച് ബുദ്ധിമുട്ടുണ്ട്. ഹ്യൂമർ ചെയ്യുമ്പോൾ ഒരാൾ എന്റർടൈൻ ചെയ്യുകയാണ്. നമ്മൾ എന്റർടൈൻ ചെയ്യണം. നമ്മൾ ചെയ്യണ അവര് ചിരിക്കണം. നിങ്ങൾക്ക് 3 പേരോടാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഏത് ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിങ്ങനെ വിട്ടുപോകാത്ത പോലെ നമുക്ക് ഫീൽ ഇല്ല, അതിന്റെ ഒരു ഹാങ് ഓവർ കുറച്ച് ദിവസം നിൽക്കുക, അങ്ങനെ സംഭവങ്ങൾ? എന്താ ചിരിക്കുന്നത്? ഹാങ് ഓവർ പറയൂ, നമുക്ക് ചന്തുവിനെ ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. തോന്നിയില്ലേ അതെന്താണെന്ന് എനിക്ക് എന്താന്നുള്ളത് പ്രൊമോഷൻ ടെക്നിക്കായിട്ട് തോന്നുന്നെങ്കിൽ യാദൃശികമാണ്. ഞാനോ സുജാതയിൽ എന്റെ ആദ്യത്തെ സിനിമയിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ആദ്യത്തെ സിനിമയാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് എന്റെ വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരു 2 മാസം അവിടെ നിൽക്കുന്നത്. അപ്പം പടം എപ്പം എല്ലാവരും സെറ്റിലെല്ലാവരും ആതിര എന്ന് വിളിച്ചോണ്ടിരുന്നത് എന്റെ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് ക്ലാസ്സിലൊരു ആതിരയുണ്ട്. അപ്പൊ ആരെങ്കിലും ആതിര നോക്കുമ്പോ ഞാൻ തിരിഞ്ഞു നോക്കും. എനിക്കപ്പം ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. ഞാൻ ആ സെറ്റ്, ആൾക്കാര്, ആ ക്യാരക്ടർ എല്ലാം ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. എനിക്ക് അതിനകത്തൊന്ന് ഇറങ്ങി വരാൻ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ആദ്യത്തെ സിനിമ മഞ്ജു ചേച്ചിയുടെ കൂടെ, അതെങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആദ്യം തന്നെ അങ്ങനത്തെ ഒരു അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള അത്രയും നല്ലൊരു ആക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. എന്നെ ഭയങ്കര എന്റെ ആദ്യത്തെ സിനിമയാണ്. എനിക്കൊരു ഐഡിയ ഇല്ലാതെ ഞാൻ വരികയാണ് ഒരു സിനിമയിലേക്ക്. അപ്പൊ എന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ട് അത്രയും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു, ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിക്കാന്ന് പറയുന്ന ഒരു ആക്ടർ. അപ്പൊ ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് ആളുടെ കൂടെ തുടങ്ങാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണത്. അതെ, ചേട്ടാ പറയൂ. അതിലിപ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നു ചില ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ അവരെന്തെങ്കിലും മാനറിസങ്ങളൊക്കെ എന്തെങ്കിലും കുറച്ച് നാൾ ഉണ്ടാവും. പറഞ്ഞ അങ്ങനെ നമ്മള് അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചെയ്യുമ്പോൾ ക്യാരക്ടർ ത്രൂ ഔട്ട് പിടിക്കുമ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ വരാം. അതിങ്ങനെ നമ്മളത് ഓക്കെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ ഒന്നും ഇല്ല. നമ്മള് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല.
എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചേട്ടൻ്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞൊരു ക്യാരക്ടറാണോ അമ്പാൻ? ആ അതെ അല്ലെ, ഭയങ്കര, അമ്പാൻ ആ. കരയുമ്പോ നമ്മളെല്ലാരും അറിയാതെങ്കിലും കരഞ്ഞു അതെ, പോകുന്നുള്ളതാണ്. അത് അതെ. എത്രമാത്രം ഡിയറാണ് ചേട്ടന് അമ്പാൻ? അമ്പാൻ ഭയങ്കര കണക്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ആ സിനിമയിൽ തന്നെ ലീനിയർ ആയിട്ട് ഷൂട്ട് ചെയ്തു. അപ്പൊ ലാസ്റ്റ് മൊമെന്റിൽ രംഗണ്ണൻ അങ്ങനെ പറയുമ്പോൾ അതെ. അമ്പാനെ വിളിക്കുന്നുണ്ടല്ല, ശരിക്കും എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയി പോയി അവിടെ വെച്ച്. അയ്യടാ. അത് കറക്റ്റ് ആയിട്ട് അത് അങ്ങനെ നമ്മൾ ത്രൂ അത് പക്ഷെ വേറൊന്നല്ല, നമ്മളിങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, ഇങ്ങനെ നിൽക്കുന്നപ്പോ ഭയങ്കര ആ മൊമെന്റിൽ ഭയങ്കര ഇതായിട്ട് തോന്നി. അതെ. അങ്ങനെ പൈങ്കിളി കണ്ടപ്പോൾ ഒരു മൊമെന്റിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ അതെ. തോന്നട്ടെ എന്ന് വിചാരിക്കുന്നു. ആ. എനിക്ക് തോന്നി നിങ്ങൾക്ക് അങ്ങനെ തോന്നട്ടെ. ഇപ്പം രംഗണ്ണന് അമ്പാൻ എന്ന് പറഞ്ഞ പോലെ ചേട്ടന്റെ ലൈഫിൽ ഒരു അമ്പാൻ ആരാണ്? എന്റെ ലൈഫിൽ കുറെ അമ്പാന്മാരുണ്ട്. അവരമ്പാനല്ല, കുറെ പേരുണ്ട്. എന്റെ ഒപ്പം ആലുവയിൽ കുറെ കൂട്ടം ആളുകൾ സുഹൃത്തുക്കൾ, ഇളകി വരുന്നു. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ആണല്ലേ? പണ്ട് സിനിമ കയറുന്നതിന് മുന്നേ അവരിപ്പോഴും ഉണ്ട്. ഫുൾ എല്ലാ കാര്യത്തിനും ഈ support. കുറെ ഫ്രണ്ട്ഷിപ്പ് അമ്മമാരുണ്ട്. എങ്ങനെയാണ് അത് കാണുന്നത്? അടിപൊളിയായിട്ട്. friends കാരണം നമുക്ക് എന്നുള്ളത്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഒരു ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ് ഉള്ളത്. നമ്മൾ ഈ പറഞ്ഞത് സ്ട്രെസ് വരുമ്പോഴാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ എല്ലാത്തിലും ഫ്രണ്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. Yes. ഭയങ്കര ഇത് കാര്യം. നേരത്തെ പറയാൻ വന്നു. ഏതാ? എന്തോ ആഡ് ചെയ്യാൻ വന്നപ്പോ ഇല്ല, ഞാൻ ചേട്ടനോട് എടുത്തു നമ്മൾ പടത്തില് ക്യാരക്ടേഴ്സ്, ഞങ്ങൾ ക്യാരക്ടേഴ്സിന്റെ പേരാ വിളിച്ചോണ്ടിരുന്നത് അങ്ങോട്ട് പോകും. അതെ ആണല്ലേ? ഞങ്ങൾ സിനിമയല്ല. ജിത്തു ചേട്ടനും അങ്ങനെ വിളിക്കും, അത് ശ്രീധേട്ടനും കുഞ്ഞായി, അങ്ങനെ. ആ, സുഗു. എന്നെ കുഞ്ഞായി, ആ. സുഖു. സുഗു, അവനെ പാച്ചൻ. പാച്ചാന്ന് വിളിക്കും. ഞാനിപ്പോഴും പാച്ചെന്ന് ഇപ്പോഴും വിളിക്കുന്നത്. ഞാനിപ്പോഴും പാച്ചാന്ന് വിളിക്കും. ഇപ്പോഴും ഞാൻ മാറിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അനശ്വര എന്ന് വിളിക്കാറില്ല. ഷിബ. ഷിബ അതെ, എല്ലാ ഷിബ, characters short ന്റെ പേരാ ready. വിളിച്ചോണ്ടിരുന്നത്. അങ്ങനെ അനശ്വര ഇപ്പോഴും അതെ. ഷിബ ഷിബന്നല്ല, ഷിബ ബേബി. ആ, ഷിബ ഫുള്ള് ഷിബ ബേബി. അതുപോലെ എനിക്ക് ജിസ്മേനൊന്നും വിളിക്കാം, സുമ. സുമ. ഇപ്പോഴും സുമ എന്നാണ് കേൾക്കുന്നത്. നമ്മളങ്ങനെ ചോദിക്കുള്ളൂ അല്ലേ, ഫുൾ ടൈം അങ്ങനെ. ജിത്തു ചേട്ടനും ശ്രീധരനും അങ്ങനെ ശീലിപ്പിച്ചു. അവര് വിളിച്ചു വിളിച്ചു, പിന്നെ നമ്മളങ്ങനെ വിളിച്ചു വിളിച്ചു തുടങ്ങി. ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ. ശരിക്കും ഒരു മൂവി സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആക്ച്വലി ശരിക്കും ഒരു ഫാമിലി പോലെ ആകുമല്ലേ കാരണം ക്യാരക്ടേഴ്സ്? ഒരു നമ്മൾ 1.5 മാസം അല്ലെങ്കിൽ 45 ഡേയ്സ് അല്ലെങ്കിൽ 60 ദിവസം അത്ര ഇങ്ങനെ നമ്മൾ ഇത്രയും എല്ലാവരും ഒരുമിച്ച് നിൽക്കുവാണല്ലോ. അതെ. വരുന്നു, വർക്ക് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. ഉം. അതാണ് നമ്മുടെ ഫാമിലി. നമ്മൾ വീടൊക്കെ വിട്ട് നിന്നിട്ട് വേറൊരു സ്ഥലത്ത്, ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ഹോട്ടൽ റൂമിലൊക്കെ താമസിച്ച് ലൊക്കേഷനിൽ പോകുമ്പോൾ അതാണ് ഫാമിലി ആയിട്ട് ഞാൻ കാണുന്ന ആളുകളും എല്ലാം. നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന, പുറത്തിറക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊന്നും അറിയുന്നില്ല. ഇപ്പൊ പഴയ പോലെ പുറത്തിറങ്ങി പോയി ഒരു ചായ കുടിച്ച് ജംഗ്ഷനിൽ നിൽക്കാൻ പറ്റില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. എല്ലാം സോഷ്യൽ മീഡിയ വഴി അറിയുന്നത്. പിന്നെ സുഹൃത്തുക്കളായിട്ട് കമ്പനി അടിക്കണം, നാട്ടിൽ പോകണം. അപ്പൊ ഇതൊക്കെയാണ് സെറ്റിലായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരുമായിട്ട് സംസാരിച്ച് അങ്ങനെ സംസാരിക്കുക. അതൊക്കെയാണ് അങ്ങനെ ഫാമിലി ആയിട്ട് അങ്ങനെ തോന്നും. പിന്നെ അവിടെ നിന്ന് മാറി അടുത്ത സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ അതും ഫാമിലി. അത് കഴിഞ്ഞ അടുത്ത അപ്പൊ ഈ സിനിമ ലാസ്റ്റ് ഡേ നിങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമായിരിക്കില്ലേ? എന്ന് വെച്ചാൽ അത്രയും ആ, ഒരു മാസം 2 മാസം അതുണ്ട്. ഒരുമിച്ച് നിന്നിട്ട്. അതുണ്ടാവും. അത് ആദ്യത്തെ 2-3 സിനിമകളൊക്കെ കഴിയുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ അതനുസരിച്ച് നമ്മൾ പ്രിപ്പയർഡ് ആവും. അതെ. ആദ്യത്തെ സിനിമയിലൊക്കെ ഓക്കെ ആയിരിക്കും, ഷൂ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇങ്ങനെ തന്നെയല്ലേ എപ്പോഴും ഓരോ സ്ഥലത്ത് പോയി വർക്ക് ചെയ്ത് തിരിച്ചു വരാം. അവര് തന്നെ ചിലപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ തന്നെ ആയിരിക്കും അടുത്ത സിനിമയിൽ കാണുന്നത്. അപ്പൊ പകുതി പ്രശ്നം തീർന്നു. ഹലോ എന്താ എവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ, ഒന്ന് പോവാമോ? എനിക്ക് തോന്നുന്നു ഈ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞ സാധനം അല്ലേ, എത്രത്തോളം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതന്നെ ഒരു മാസം 1.5 മാസം നമ്മള് ഭയങ്കര സെറ്റായിട്ട് നിന്ന് ആൾക്കാരുടെ അടുത്ത് പെട്ടെന്ന് ഒരു ദിവസം കട്ട് ചെയ്തിട്ട് വേറെ സെറ്റ്, മേബി പരിചയമില്ലാത്ത ആൾക്കാര്, പരിചയമില്ലാത്ത സെറ്റ്, അങ്ങനെ അങ്ങ് പോവാണ്. അതിനകത്ത് നമ്മൾ യൂസ്ഡ് ആവും. ആ ഒരു ഡിറ്റാച്ച്മെന്റ് പിടിക്കാൻ വേണ്ടിട്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ ജോലികളും നമ്മൾ ഒരു സ്ഥലത്ത് നിന്നായിരിക്കും, ഒരേ ആൾക്കാര് കൊളീഗ്സിന്റെ ഒപ്പം ആയിരിക്കും. മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് യൂസ്ഡ് ആയിട്ട് തന്നെ നമ്മളതങ്ങനെ ആയി പോകും. ഞാൻ മഞ്ഞുമല് നമുക്ക് ആരെ കണ്ടാലും എത്ര നാളായി എക്സ്ട്രോവേർട്ട് ആയിരുന്നു. അത് സിനിമയിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് കുറെ പേരെ നമ്മൾ എന്തായാലും മീറ്റ് ചെയ്ത് സംസാരിക്കണല്ലോ. ഈ പറഞ്ഞ പോലെ ഓരോരുത്തരെ കാണുമ്പോ നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കണു. അങ്ങനെ തന്നെ ആയിരുന്നോ നിങ്ങൾ പൊതുവേ? ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആയിരുന്നു. ഇപ്പൊ പക്ഷെ അത് കുറെ ഞാനും നമുക്ക് ഇപ്പോഴും 10ാം ക്ലാസ് വരെ 10ാം ക്ലാസ് വരെ ഞാനും വിചാരിച്ചിട്ടുണ്ട്. ആണോ? ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരുന്നു. പിന്നെ ഇപ്പോഴും അതെ. ഇപ്പോഴും അതെ. എക്സ്ട്രോവേർട്ടിന്റെ പീക്ക്. സ്കൂളിന്റെയാണ്, കൂട്ടുകെട്ടിന്റെയാണ്, അങ്ങനെയായിരുന്നു. സത്യം. അത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പ്ലസ് ടു വെച്ച് അതിന്റെ വിഷമാണ് ഇപ്പൊ തീർക്കുന്നല്ലേ സംസാരിച്ചത്. എനിക്ക് കമ്പനിക്കാരുടെ സുഹൃത്തുക്കളുടെ ഒരു ഇതാണെന്ന് തോന്നുന്നു മാറിയത് ഭയങ്കര. അപ്പൊ ആ ഇൻട്രോവേർട്ട് ആയ ഒരാള് എപ്പോ മുതലാണ് ഇത്രയും ഫ്രണ്ട്സ് ഉണ്ടായത്? അല്ല ഞാൻ പറഞ്ഞ മാറും. ഇപ്പൊ പറഞ്ഞാലും നമ്മളിപ്പോ വീട് വിട്ട് കുറച്ച് 10ാം ക്ലാസ് കഴിയുമ്പോഴായിരിക്കും നമ്മളെ ഫ്രണ്ട്സ് പുറത്തു പോകുന്നു, ടൗണിലായിരിക്കും ഫുൾ പരിപാടി. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന അപ്പോഴാണ് ഒരു ഫ്രീഡം കിട്ടും. അവിടെ നിന്നൊരു പരിപാടികൾ മാറി തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ നേരെ പൈങ്കിളിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം പൈങ്കിളി ആണ്? 10ൽ റേറ്റ് ചെയ്യാൻ പറഞ്ഞു. ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ? അത് പിന്നെ തിരിച്ചു വരാൻ 10ൽ 10 ആണ്.
കേട്ടില്ല പൈങ്കിളി എത്രമാത്രം പൈങ്കിളി പൈങ്കിളിയാണ്. 10 10 അല്ലെങ്കിൽ 15 അനുസരിച്ച് കൊടുക്ക് rating. അത്രയില്ല ആ. ക്വസ്റ്റ്യനിലേക്ക് ആ ഞാൻ ഒരു 9 പോരെ. 9 ഒരു മാർക്ക് ഇവിടെ പോയി. ബാക്കി എല്ലാവരും 15ഉം 10ഉം ഒക്കെ ആ പറഞ്ഞു. 1 അപ്പം ചെയ്തിട്ടില്ല ഏതെങ്കിലും ഒരു പൈങ്കിളി മൊമെന്റ്? ആ ഇല്ല അതില്ല. പറയാൻ അത് പറ്റുന്ന സത്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതെ. പൈങ്കിളി എന്ന് പറഞ്ഞാൽ നമ്മൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്സുകളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതെ. അതൊന്നും പുറത്തു പറയാൻ പാടില്ല. അതെ. ഓക്കെ ചേട്ടാ. അല്ല അങ്ങനെ ഒത്തു പറയാനായിട്ടൊന്നുമില്ല. ഞാൻ എല്ലാ ഇന്റർവ്യൂവിൽ തന്നെ അറിയത് എല്ലാവരും ചോദിച്ചായിരുന്നു പൈങ്കിളി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടന്നത് പൈങ്കിളി തരാം. അതെ. അങ്ങനെ ഒത്തു പറയാനായിട്ടൊന്നും ഇല്ല. പൈങ്കിളി ഈ പറഞ്ഞ പോലെ ഇല്ല. എല്ലാം ഭയങ്കര എനിക്ക് തോന്നുന്നു നമ്മൾ ശരിക്കും ഈ പൈങ്കിളി എന്ന് പറഞ്ഞ ഒരു പറയുന്ന സംഭവം നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി ഇത് പൈങ്കിളിയാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആക്ച്വലി ജെനുവിൻലി സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആ അതെ. തേർഡ് പേഴ്സണിലേക്ക് എത്തുമ്പോഴാണ് അത് പൈങ്കിളി ആവുന്നത്. പുറത്തുനിന്നൊരാൾ രണ്ടുപേരുടെ കാണുമ്പോൾ ഇടയിൽ അത് ആ. പ്രേമമാണ്. അതെ. സ്നേഹത്തിന്റെ പുറത്തുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ പൈങ്കിളിത്തരമായിട്ട് അതെ. തോന്നുന്ന ആളുകൾ. അതെ. അത് നമ്മൾ കാര്യമാക്കേണ്ട ഒരു ആവശ്യമില്ല. പൈങ്കിളി ഉണ്ടാവുന്ന ഉറപ്പായിട്ടും എല്ലാവരും പൈങ്കിളിയായിരിക്കും. ഓക്കെ. അപ്പം നമ്മളുടെ പ്രേക്ഷകരെടുത്ത് എന്താണ് പൈങ്കിളിനെ പറ്റി പറയാനുള്ളത്? എല്ലാവരും പടം കാണണം. കാണാം. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ കഴിഞ്ഞ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉം. ഇഷ്ടപ്പെടേണ്ടതാണ്. സിനിമ ഫെബ്രുവരി 14 തിയേറ്ററിലെത്തും. പൈങ്കിളി. പൈങ്കിളി ഇപ്പൊ പോസ്റ്ററൊക്കെ കണ്ട പോലെ കുറച്ച് ലൗഡായിട്ട് അങ്ങനെ കളർഫുൾ പടം ഭയങ്കര കളർഫുൾ പടമാണ്. ആണ്. അതെ അതെ ഭയങ്കര എന്റർടൈനർ ആണ്. ഡബ്ബിയാണ് പ്രോമിറ്റ് ചെയ്തരാം. അപ്പൊ പടം തിയേറ്ററിൽ പോയിരുന്ന എല്ലാവരും കാണും. എനിക്ക് പ്രോമിറ്റ് ചെയ്ത ഫെബ്രുവരി 14 ഫെബ്രുവരി 14 നമ്മുടെ പടം നമ്മുടെ പടം പൈങ്കിളി തിയേറ്ററിലാണ്. തിയേറ്ററിലാണ്. ട്രെയിലറൊക്കെ കണ്ട പോലെ ഭയങ്കര കിടലും പടമാണ്. കിടലമ്പഴാണ്. അപ്പൊ തിയേറ്ററിൽ പോയി കാണണം. ശ്രീജിത്ത് ബാബുവാണ് അവിടെ സ്പോട്ടില് ശ്രീജിത്ത് ബാബു. ശ്രീജിത്ത് ബാബുവാണ് എന്റെ ഡയറക്ടർ. ശ്രീജിത്ത് ബാബുവാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അർജുൻ സേതുവാണ് എന്റെ ക്യാമറ ചെയ്തത്. നോക്കി വായിക്കുന്നു. ആർജിവനാണ് മേക്കപ്പ് ചെയ്യുന്നത്. മ്യൂസിക് ജസ്റ്റിൻ വർഗീസിന്റെ മ്യൂസിക് അത് എട്ട് നിങ്ങൾക്ക് പാട്ടുണ്ട്. അറിയാലോ. പാട്ടുകളൊക്കെ കേട്ടിട്ട് ഓൾറെഡി ആ പാട്ടുകളൊക്കെ എൻജോയ് ചെയ്തോണ്ടിരിക്കും. ജസ്റ്റിൻ വർഗീസ് ആണ് മ്യൂസിക്. കലൈ കിങ്സനാണ് ഇതിന്റെ ഇത് കലൈ കിങ്സ് ഇതേരിക്കണു. ഓ പേര് ഓക്കെ പിന്നെ രോഹിത് കെ സുരേഷ് ആണ് ഇതിന്റെ സ്റ്റില്ല്. അതെ പൈങ്കിളി പോസ്റ്റേഴ്സിന് പിറകില് അവന്റെ സ്റ്റില്ലുകളാണ്. അപ്പൊ എല്ലാവരും ഇത് വലിയൊരു ക്രൂ ആണ്. അത് ഭയങ്കര ശരിക്കും ലെജൻസ് ആണ് എല്ലാവരും. അതെ വലിയ വലിയ ടീമുകളാണ് എല്ലാവരും. കിരൺ ഗിരിദാസനാണ് എഡിറ്റർ. അപ്പൊ എല്ലാവരും ഇവരുടെയൊക്കെ ഇതുകൊണ്ടും പിന്നെ നമ്മളെ കൊണ്ടും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം. താങ്ക് യു. Thank you. അടിപൊളി.